ഹലോ ഹായ് ഹലോ ആപ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ്. വളവെത്തുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇറക്കം പോകുമ്പോൾ എന്ത് ചെയ്യണം, അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനുണ്ട്. ഹായ്, ഞാൻ പ്രദോഷാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളവുകൾ, അതായത് നമുക്ക് വളവിൽ പോകുമ്പോഴായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ഇറക്കത്തിൽ പോകുമ്പോഴായിരുന്നാലും നമുക്ക് ചില ആൾക്കാർ കൊണ്ട് ഏത് ഗിയർ ഇടണം, അല്ലെങ്കിൽ എങ്ങനെയാണ് വളവിൽ ഏത് ഗിയറിൽ പോകണം, പിന്നെ അങ്ങനെയുള്ള കുറേ കൺഫ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളത് അങ്ങനെ ഒരിക്കലും ആ ഒരു കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം ഏത് വളവിലും ഏത് ഇറക്കത്തായിരുന്നാലും നമുക്ക് ഓട്ടിച്ച് പോകാൻ പറ്റുമെന്നുള്ള ആദ്യം ഒരു മനോധൈര്യം നമ്മളത് ഉണ്ടാക്കി വെക്കണം. പിന്നെ അതിൽ പോയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ഇപ്പം ഒരു വളവാണെങ്കിൽ നമ്മളിപ്പം വളവും ഇറക്കും കൂടി കൂടിയതാണെങ്കിൽ നമ്മളവിടെ നോക്കുക, എതിരെ വണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളവിടെ സെക്കൻഡ്, നമുക്ക് ഇറക്കുവാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നമുക്കവിടെ വണ്ടി ഓടിക്കാവുന്നതാണ്. അതിൻ്റെ പേരിൽ പിന്നെ ആ സെക്കൻഡ് ഗിയറിൽ നമുക്ക് താഴെ ഇറങ്ങി വന്നതിന് ശേഷം റോഡ് നല്ല രീതിയിലാകുമ്പോൾ നമുക്ക് തേർഡാക്കി ഫോറാക്കി പോകാം. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. നമുക്ക് ആ ഗിയർ കറക്റ്റായിട്ടും സെക്കൻഡിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു വളവ് മാത്രമാണ്, നല്ലൊരു വളവാണെങ്കിലും നമ്മൾ വളവിൽ സ്ലോ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് പോകേണ്ട നമ്മളെ റൂട്ടിൽ കൂടി തന്നെ കറക്റ്റായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ പേടിക്കേണ്ട കാര്യം നമുക്കതിലില്ല. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു കൺഫ്യൂഷനും വേണ്ട. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കൺഫ്യൂഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ, കൺഫ്യൂഷൻ ആവുന്നു, അല്ലെങ്കിൽ എനിക്ക് ചില ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ബസ്സിൽ ഡ്രൈവർ പിന്നെ സെക്കൻഡിൽ നിന്ന് പെട്ടെന്ന് ഫസ്റ്റിലേക്ക് പോകുന്നു, ഫസ്റ്റിൽ നിന്ന് പെട്ടെന്ന് പുള്ളിക്കാരൻ ചെയ്യുന്നത് പോലെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ്റിൻ്റെ ബസ് അവർ അങ്ങനെ ക്ലച്ച് ചവിട്ടാതെ സത്യം പറഞ്ഞാൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പം അവർ എളുപ്പത്തിന് വേണ്ടിയായിരിക്കും, അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്നവരല്ലേ, അവർ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയായിരിക്കും എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ വണ്ടിയാണെങ്കിൽ ക്ലച്ച് ചവിട്ടി നമ്മുടെ സാഹചര്യം അനുസരിച്ച്, അതായത് ഇപ്പം ട്രാഫിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ സെക്കൻഡ് ഗിയർ ഇടുക, തീരെ സ്ലോ ആയി നിൽക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടുക. അപ്പോൾ നമുക്കത് ആ ലെവലിൽ നമ്മൾ കുറച്ച് ആക്സിലേറ്റർ, ചില വണ്ടികളിലാണെങ്കിൽ ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി മൂവിങ് ആവും. അത് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും പോലെ ആയിരിക്കും. ചില വണ്ടിയിലെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കൂടി കുറച്ച് കൊടുത്താൽ മാത്രമേ മൂവ് ആയൂ. അപ്പം ഓരോ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് വണ്ടി ഓടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കരുത്. ബസ്സും പോലെ നമ്മളെ വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടി ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനൊരു കൺഫ്യൂഷനായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. പ്രത്യേകിച്ച് അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിരുന്നു, പല വണ്ടി ഓടിക്കുന്നതിലും അങ്ങനെയല്ലേ, പല വണ്ടി ഓടിക്കുന്നതിലും ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അതൊന്നുമല്ല. നമ്മളെ വണ്ടി നമ്മൾ എത്രമാത്രം സൂക്ഷിക്കുമോ അത്രയും നമുക്ക് നന്നായിട്ട് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ പിന്നെ വളവായിരുന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളവിൻ്റെ കാര്യമായിരുന്നാലും ഇറക്കത്തിൻ്റെ കാര്യമായിരുന്നാലും ഗിയർ നമ്മൾ അവിടുത്തെ പിന്നെ പോകുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യും. അതിൻ്റെ വേണ്ടി വേറെ ടെൻഷൻ അടിക്കുന്നു. പിന്നെ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ വണ്ടി ഓഫായി പോകുമ്പോൾ അങ്ങനെ ടെൻഷൻ വേണ്ട. കാരണം നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ന്യൂട്രലാക്കി ഇടുക, പോകുമ്പോൾ ഫസ്റ്റ് ഇട്ട് എടുക്കുക. പിന്നെ അല്ലാതെ നിൽക്കാത്ത സാഹചര്യമാണ് എങ്കിൽ, നിൽക്കാത്ത സാഹചര്യമാണ് വണ്ടി മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, സെക്കൻഡിൽ ചെറിയ രീതിയിൽ ഫ്രണ്ടിലെ വണ്ടി പോകുന്ന കണക്കിന് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ അതിന് വേറെ ടെൻഷൻ വേണ്ട. അപ്പോൾ ഇത്രയേ എനിക്ക് കൺഫ്യൂഷനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ മെസ്സേജ് വന്നു, എനിക്ക് ഇങ്ങനെ ടെൻഷനുണ്ട്, ഞാൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളെ വണ്ടി എത്രമാത്രം സൂക്ഷിച്ച് ഓടിക്കുമോ അത്രയ്ക്ക് നമുക്ക് വണ്ടി ലാസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ മാത്രമല്ല, നമുക്ക് വണ്ടി ഉപയോഗിക്കുന്ന മറ്റുള്ള ഒരാൾ ഉപയോഗിക്കും പോലെ നമ്മൾ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വരും. അപ്പം വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല. നമ്മൾ പൂർണ്ണമായിട്ടും വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ള ഒരു തൃപ്തിയോടെ നമ്മൾ വണ്ടി ഓടിക്കുക. അപ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും, എല്ലാവർക്കും കഴിയും. അതിനൊരു ടെൻഷൻ നിങ്ങൾക്ക് ആർക്കും വേണ്ട. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി ഒരിക്കലും ടെൻഷൻ വരില്ല എന്ന് ഞാൻ കരുതുന്നു.
അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇടൂ. ഞാൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ലൈവ് വിളിച്ചു വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഓക്കെ.